കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സേവ് എ ഫാമിലി പ്ലാനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കുടുംബ ശാക്തീകരണ പദ്ധതി പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനവും തെള്ളകം ചൈതന്യ പാർസൽ സെന്റർ കോമ്പൗണ്ടിലെ നവീകരിച്ച ചൈതന്യ AC ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും നടന്നു. ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനവും കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം നിർവഹിച്ചു. അതുപോലെ തന്നെ സാമ്പത്തികവും അതുപോലെ നിർമ്മാണപരവുമായ ക്രമീകരണങ്ങളുണ്ട്. അഭിമന്യ പിതാവ് ഈ നവീകരിച്ച ഓഡിറ്റോറിയം അതിരൂപതയ്ക്കും ഈ നാടിനും വേണ്ടി സമർപ്പിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് AC റൂമുകളും ഓഡിറ്റോറിയങ്ങളും ഒക്കെ ലക്ഷറി ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് കാലാവസ്ഥയുടെ വ്യതിയാനമെല്ലാം കണക്കിലെടുക്കുമ്പോൾ AC ഉപയോഗിക്കുക എന്നത് ഒരു ആവശ്യമായിട്ട് നമുക്ക് ഏവർക്കും അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടീം അംഗങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം അതിരൂപത ചാൻസലർ ഫാദർ തോമസ് ആദോപ്പള്ളിൽ, പ്രൊക്രേറ്റർ ഫാദർ അബ്രഹാം പറമ്പേട്ട്, ചൈതന്യ KSSS ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, ചൈതന്യ പാസ്റ്ററൽ കോർഡിനേറ്റർ റവറന്റ് ഡോക്ടർ മാത്യു മണക്കാട്ട്, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി OA, ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടോമി കുരുവിള, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ്, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് പുതുശ്ശേരി, കോട്ടയം അതിരൂപത വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി പ്രസിഡന്റ് ടോമി നന്ദികുന്നേൽ, KSSS ബോർഡ് മെമ്പർമാരായ ജോർജ് കുര്യൻ, CB ജെയിംസ് ഐക്കരത്തുണ്ടത്തിൽ, KSSS അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ ഉൾപ്പെടെ വൈദിക സന്യസ്ത അൽമായ പ്രതിനിധികളും KSSS സ്വാശ്രയ സംഘാംഗങ്ങളും കുടുംബ ശാക്തീകരണ പദ്ധതി ഗുണഭോക്താക്കളും KSSS സന്നദ്ധ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, വിജയപുരം, നീണ്ടൂർ, മുളക്കുളം, അകലക്കുന്നം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുമായി 230 ഗുണഭോക്താക്കളെ പദ്ധതി മാനദണ്ഡങ്ങൾക്കനുസൃതമായി തെരഞ്ഞെടുത്ത് വിദ്യാഭ്യാസം, ആരോഗ്യം, വരുമാന പദ്ധതി, തൊഴിൽ നൈപുണ്യ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിക്കത്തക്ക വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ സേവനം 6 വർഷക്കാലത്തേക്ക് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതാണ്. സമ്മേളനത്തോടനുബന്ധിച്ച് ചൈതന്യ AC ഓഡിറ്റോറിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവർക്ക് മൊമെന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ചൈതന്യ AC ഓഡിറ്റോറിയം നവീകരിച്ചിരിക്കുന്നതെന്ന് ചൈതന്യ KSSS ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അറിയിച്ചു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.